ഹായ്, വെൽക്കം ടു ടേസ്റ്റി ചോയ്സ്. ഇന്ന് ഞാൻ ഒരു ഫലാഫൽ ബോളിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇത് 1 കപ്പ് കടല ഒരു രാത്രി മുഴുവൻ കുതിർത്തി വെച്ചത്, 1 കപ്പ് ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 1 കപ്പ് മല്ലിയില അരിഞ്ഞത്, 1 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൈദയാണ്. ഇത് 4 തൊട്ട് 6 ടേബിൾ സ്പൂൺ വരെ ആണ് ഇതിന്റെ അളവ് എടുത്ത് വെക്കേണ്ടത്. 1 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ്, 5 വെളുത്തുള്ളി, പിന്നെ ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബേക്കിംഗ് പൗഡറും ഈ മൈദയും ഓയിലും മാറ്റി വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ഫുഡ് പ്രോസസറിലിട്ട് അരച്ചെടുക്കാം. ഇത് തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം, ഇതേപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഈ ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ബേക്കിംഗ് പൗഡറും ഇടാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുളകളാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇതേപോലെ ഇത് നമ്മൾ ഈ മൈദ ഇടുന്നത് ഉരുളകളാക്കാൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൈദയും കൂടെ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ ഉരുളകളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ള മൈദയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. ഇതേപോലെ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഉരുളകളാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് തരിയായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ബോളാക്കാൻ പറ്റുകയില്ല. എല്ലാം ഇങ്ങനെ ചെതറിപ്പോവും. ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് ഉരുളയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടുകയില്ല. ഇപ്പോൾ കുറച്ചും കൂടെ മൈദ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇത് പൊട്ടിപ്പോകുകയില്ല. ഇനി ഇത് ചെയ്യേണ്ടത്, ഇത് നന്നായിട്ട് മൂടി വെച്ച ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് തണുക്കാൻ വെക്കണം. 2 മണിക്കൂർ നേരത്തോളം നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ മിക്സ്ചർ 2 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയ ശേഷം ഇത് ഫ്രൈ ചെയ്യാം. ഇത് ചെറിയ ഉരുളകളാണ് ആക്കേണ്ടത്. ഇതേപോലെ ഈ വലുപ്പത്തിൽ വേണം ഉരുളകളാക്കേണ്ടത്. അതുപോലെ ഇങ്ങനെ ഉരുട്ടിയ ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം നടുക്കായിട്ട്, അതിന്റെ ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഉരുളകൾ നമുക്ക് ചൂടാകിയ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഹീറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വശം തന്നെ കുക്ക്ഡായി പോകും, മറ്റേ വശം വേകുകയില്ല. ഇപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ഇതേപോലെ
ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം, അല്ലെങ്കിൽ തീരെ ഒരുപാട് കരിഞ്ഞു പോകും. ഇനിയും ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പോയാണ്. ഇപ്പോൾ നമ്മുടെ ഫലാഫൽ ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മുറിച്ച് നോക്കിയാൽ ഇതേപോലെ ഇരിക്കും. ഇത് അറബി രാജ്യങ്ങളിലെ പോപ്പുലർ ആയിട്ടുള്ള സ്നാക്കാണ്. ഇത് ടാഹിനി സോസ് കൂട്ടിയാണ് സാധാരണ കഴിക്കുന്നത്. ഇതല്ലെങ്കിൽ ചോറിന്റെ കൂടെ കറിയായിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.